തുടങ്ങിക്കോ. ഹലോ ഗൈസ്, തുടങ്ങ്. വെയിറ്റ്. ഹലോ ഗായ്സ്. ഹലോ. ഇന്നലെ നമ്മളൊരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിലും യൂട്യൂബിലും. ഒരു കണാരം പറഞ്ഞൊരു വ്യക്തി, അപ്പോൾ ഒരു ബാഡ് മെസ്സേജ് ആയിട്ട് എൻ്റെ വൈഫിന് അവൻ ലൈവിൽ കയറി തെറി വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇഷ്ടംപോലെ 1-2 തവണയെല്ലാം വാൺ ചെയ്തിട്ടും പിന്നെയും മെസ്സേജ് ഇട്ടു. അങ്ങനെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുത്തു. അങ്ങനെ പിറ്റേ ദിവസം അവരെന്നെ വിളിച്ചു. അതെ, ഫോണിലൂടെ സോറി, ഞാൻ ഇങ്ങനെ ചെയ്യില്ല, മാപ്പ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് അത് പറ്റില്ല. കാരണം ലൈവ് കയറി എൻ്റെ ഭാര്യയെ തെറി വിളിച്ചവൻ ആരാന്ന് ഞങ്ങൾക്ക് അറിയണ്ടേ, നിങ്ങൾക്ക് അറിയണ്ടേ. അപ്പൊ അവനെ നമുക്ക് കിട്ടിയിട്ട് നമുക്ക് കാണാം ഈ വീഡിയോയില്. പറയൂ. നീ അങ്ങനെ വെറുതെ സോറി പറയാൻ പറ്റുള്ളൂ. നിന്റെ ഭാഗത്ത് നീയാണ് തെറ്റി. ഞങ്ങൾക്കൊരു ക്ലിപ്പ് നിന്റെ വേണം, അല്ലാതെ ഞങ്ങൾ വെറുതെ നിന്നെ വിടില്ല. കാരണം അതെനിക്ക് കുഴപ്പമില്ല, അല്ലാതെ ഈ കേസ് ഞങ്ങൾ വിടില്ല. ഹലോ ഗൈസ്, ഞാൻ ഗോകുൽ എന്ന് പറഞ്ഞ ചേട്ടൻ്റെ ഭാര്യനെ അറിയാതെ കുറേ വൃത്തികേടൊക്കെ പറഞ്ഞു. അതിന് മാപ്പ്, സോറി. ഇനി എൻ്റെ ഭാഗത്തൊന്നും ഒരു തെറ്റുണ്ടാവില്ല. ഇതാണ് നമ്മുടെ കക്ഷി കണാരൻ. അപ്പൊ ഇതോടെ ഇവിടെ കഴിഞ്ഞു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അവൻ നമ്മളോട് മാപ്പ് ചോദിച്ചു, അവൻ തെറ്റ് ചെയ്തു, മാപ്പ് ചോദിച്ചു, ഞാൻ മാപ്പ് കൊടുത്തു. അതോടത്തെ ഈ പ്രശ്നം ഇതോടെ സോൾവ് ആയി. കേസ് നമ്മൾ പിൻവലിക്കുകയാണ്. പിന്നെ കുറെ പേര് വെയിറ്റിംഗ് ആയിരുന്നു അവനെ കാണാൻ വേണ്ടിട്ട്, അവൻ ആരാന്ന് അറിയാൻ വേണ്ടി. അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യണത്. പിന്നെ ഞങ്ങൾക്ക് വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ സപ്പോർട്ടാണ് അതിൽ വലിയ വിജയം. കാരണം ഞങ്ങളടക്കം വിചാരിച്ചിട്ടില്ല ഇത്രയും വലിയൊരു സപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടുന്നത്. അയ്യോ, ഇൻസ്റ്റയിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും പലരും മെസ്സേജ് അയച്ചിട്ട് ഏട്ടാ എന്തായി, ഞങ്ങൾ ഇടപെടണോ, അതാ ഞങ്ങളവൻ്റെ വീട്ടിലേക്ക് പോകണോ, എവിടെയാണ് അവൻ്റെ സ്ഥലം, ഞങ്ങൾ എന്തതിൽ ചെയ്യുന്നുണ്ട്, ഞങ്ങളിപ്പോൾ അവിടേക്ക് വരണോ, അങ്ങനെയൊക്കെ ഒരുപാട് മെസ്സേജ്, നല്ല നല്ല മെസ്സേജുകളും അവനിപ്പോൾ തീർക്കണം, അങ്ങനത്തെ ഒക്കെ മെസ്സേജുകളാണ് വരുന്നത്. അപ്പം ഞങ്ങളടക്കം വിചാരിച്ചിട്ടില്ല ഇത്രയും സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടാവുന്നത്. 1-2 മെസ്സേജ് വരുന്ന വിചാരിച്ചു, പക്ഷെ ഇത് അങ്ങനെയൊന്നല്ല. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഞെട്ടിപ്പോയി. നമ്മൾ തൊട്ടാലും ചോദിക്കാൻ ആളുണ്ട് എന്ന് ഇപ്പം മനസ്സിലായി. അങ്ങനെ മെസ്സേജുകൾക്കും വിളിച്ചവർക്കും ഒക്കെ നന്ദിയുണ്ട്. അപ്പൊ ഇനി ഇങ്ങനെ ആരും ചെയ്യാതിരിക്കട്ടെ, അങ്ങനെയല്ല നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ അവരവരുടെ മൈൻഡാണ്. ഇതുപോലുള്ള പിള്ളേര് വളർന്നു വരുമ്പോ തന്നെ ഇങ്ങനെ ആവുമ്പോ കുറച്ച് മോശമാണ്. ഇനി കണാരൻ ശരിയാവും ഞാൻ വിചാരിക്കട്ടെ, നന്നായിരിക്കട്ടെ അവൻ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും.